ദീപപ്രഭയിൽ കുളിച്ച് കുന്നംകുളം. ചരിത്ര പ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹ പെരുന്നാളിന് ആവേശമായ തുടക്കം. നാടും നഗരവും ദീപാലങ്കാരങ്ങളാൽ തിളങ്ങി നിൽക്കെ കുന്നംകുളത്തിന്റെ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പിണ്ടിപ്പെരുന്നാൾ അഥവാ ധനഹ പെരുന്നാളിന് തുടക്കമായി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിന്റെ സ്മരണ പുതുക്കുന്ന ആഘോഷം ജാതിമത ഭേദമന്യേ കുന്നംകുളത്തുകാർ ഒരേ മനസ്സോടെയാണ് കൊണ്ടാടുന്നത്. പെരുന്നാളിന്റെ പ്രധാന ആകർഷണമായ പിണ്ടികൾ അലങ്കരിക്കുന്ന തിരക്കിലാണ് നാടും നഗരവും. പ്രധാനമായും അങ്ങാടികളിലാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദീപാലങ്കൃതമായ അങ്ങാടികൾ കുന്നംകുളത്തെ പ്രത്യേകതയാണ്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും മുൻപിൽ പ്രത്യേകം തയ്യാറാക്കിയ പിണ്ടികളിൽ മൺചിരാതുകൾ മറ്റ് അലങ്കാര വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളി, വടക്കേ അങ്ങാടി, കിഴക്കേ അങ്ങാടി, പടിഞ്ഞാറേ അങ്ങാടി തുടങ്ങിയ വിവിധ പള്ളികളിൽ പെരുന്നാൾ ശുശ്രൂഷകൾ, പ്രദക്ഷിണങ്ങൾ തുടങ്ങിയവ നടക്കും. വിവിധ ഇടവകകളിൽ നിന്നുള്ള ആഘോഷാരവങ്ങൾ അങ്ങാടി കേന്ദ്രീകരിച്ച് സംഗമിക്കുന്നതാണ് പെരുന്നാളിന്റെ പ്രധാന രീതി. വിവിധ പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യാഘോഷങ്ങളും നടക്കും. കേവലം ഒരു ക്രൈസ്തവ ആഘോഷം എന്നതിലുപരി കുന്നംകുളത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേരുന്ന സാംസ്കാരികോത്സവം കൂടിയാണിത്. വിദേശങ്ങളിൽ നിന്നുള്ളവർ പോലും പിണ്ടിപ്പെരുന്നാൾ കൂടാനായി നാട്ടിലെത്താറുണ്ട്. ഞാൻ ഇതിനെ കാണുന്നത് ഒരു നാടിൻ്റെ തനതായൊരു ഉത്സവം. അത് ആ നാടിൻ്റെ നഗരസഭ ഏറ്റെടുത്ത് എല്ലാവരെയും ചേർത്ത് ഒന്നിച്ചു നിർത്തുന്നു. അത് നൽകുന്ന അതിൽ തന്നെ അതിൻ്റെ സന്ദേശം പൂർണ്ണമാണ്, വ്യക്തമാണ്. വേണമെങ്കിൽ പറയാം ഇത് ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ്, ഞങ്ങൾ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വിഭാഗീയതയില്ലാതെ, അതുകൊണ്ടാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത്, നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസും ഇതൊരു കുന്നംകുളം പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവിറ്റിയുടെ നാടാണ്. നമ്മളെല്ലാം ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങൾ ഒന്നിച്ച് ഭംഗിയായിട്ട് മാനവ സൗഹൃദത്തിന് വേണ്ടി കൊണ്ടുപോകാൻ സാധിക്കുക.